ഹജ്ജ് തീർത്ഥാടകർക്ക് ലഭ്യമാകുന്ന സേവനങ്ങളും സൗകര്യങ്ങളും കൂടുതൽ ഫലപ്രദമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. സർക്കാർ കോട്ടയിൽ അടുത്ത വർഷത്തെ ഹജ്ജിന് അവസരം ലഭിച്ച തീർത്ഥാടകർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നൽകുന്ന സാങ്കേതിക പഠന ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാസ്പോർട്ട് ഹജ്ജിനുള്ളവർക്കുള്ള പാസ്പോർട്ടും അതിന്റെ പുതുക്കലും അതിന് കുറച്ചുകൂടി സാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സ്വീകരിച്ച് നമുക്ക് സാവകാശം തന്നു. അപേക്ഷ കുറച്ചുകൂടി നീട്ടണമെന്നാവശ്യപ്പെട്ടു. കേരളീയർക്ക് വേണ്ടി അപേക്ഷ നീട്ടാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി തയ്യാറായി. ഇപ്പോൾ അപേക്ഷിച്ച് കിട്ടിയവർക്ക് പണമടക്കാൻ കുറച്ചുകൂടി സാവകാശം വേണം എന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മുജീബിനോട് സംഗതി പരിശോധിച്ച് നോക്കുമ്പോൾ 95% ആളുകൾ പണമടച്ചു കഴിഞ്ഞു. ഇനി ഒരു ദിവസം ബാക്കിയുണ്ട് അല്ലേ? ഹജ്ജ് കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും സൗകര്യങ്ങളും സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി പരമാവധി പ്രയോജനപ്പെടുത്തും. ഹജ്ജ് ക്യാമ്പ് നടക്കാത്ത സമയങ്ങളിൽ ഹജ്ജ് ഹൌസുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്കായുള്ള പരിശീലന പരിപാടികൾക്കും ഗവേഷണത്തിനും പഠന പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മികച്ച അന്തരീക്ഷമൊരുക്കാൻ ഇതിലൂടെ സാധ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. മണ്ണാർക്കാട് MES കല്ലടി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷനായി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി CEO C ഷാനവാസ് മുഖ്യാതിഥിയായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ പുത്തലത്ത് ക്ലാസിന് നേതൃത്വം നൽകി. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.